ശാസ്ത്രീയമായിട്ട് മറ്റ് സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാതെ എങ്ങനെ നമുക്ക് വണ്ണം വെക്കാം, ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്ന ശരീരമാണ് എപ്പോഴും നല്ലത്. പല അസുഖങ്ങളുടെ ഭാഗമായിട്ട് ശരീരം മെലിഞ്ഞിരിക്കുവാനുള്ള ചാൻസസ് ഉണ്ട്. ഹൈപ്പർ തൈറോയ്ഡ് പോലത്തെ കണ്ടീഷൻ, ദഹന സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ മൂലവും, IBS പോലത്തെ കണ്ടീഷനിലും, അതുപോലെ തന്നെ TB പോലത്തെ അസുഖങ്ങളിലും, മാനസിക ടെൻഷനും ഡിപ്രഷനും ഉള്ളവരിലും ശരീരം മെലിഞ്ഞിരിക്കുവാനുള്ള ചാൻസസ് ഉണ്ട്. പല ലേഹ്യങ്ങളും അല്ലെങ്കിൽ പല മെഡിസിൻസും കഴിച്ചിട്ടും വണ്ണം നമുക്ക് കൂടുന്നില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് നമുക്ക് ഈ ഒരു അസുഖങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. പല പൗഡേഴ്സോ അല്ലെങ്കിൽ പല ഷേക്കുകളോ ലേഹ്യങ്ങളോ ഒക്കെ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് വണ്ണം ചിലപ്പോൾ കൂടിയേക്കാം. പക്ഷെങ്കിൽ പിന്നീട് നമുക്ക് പല അസുഖങ്ങളും വരുവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നീട് ചിലപ്പം അമിതവണ്ണമായിട്ട് മാറിയേക്കാം, ചിലപ്പോൾ ഡയബറ്റീസോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ അങ്ങനത്തെ പല അസുഖങ്ങളും വന്നേക്കാം. ചിലർ വണ്ണം വെക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ അമിതമായിട്ട് എണ്ണയിൽ പൊരിച്ചതും ജങ്ക് ഫുഡും ഒക്കെ വാരി വലിച്ച് കഴിക്കാറുണ്ട്. സോ ഇതുകൊണ്ട് നമുക്കൊരു പ്രയോജനവും ഉണ്ടാവില്ല. പിന്നീട് പെട്ടെന്ന് നമുക്ക് വെയിറ്റ് കൂടുകയും പല അസുഖങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് വന്നേക്കാം. ആരോഗ്യകരമായിട്ട് നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള ഒരു വെയിറ്റ് വരുന്ന ഒരു രീതിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വണ്ണം കൂട്ടുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കലോറീസിനും കൂടുതൽ കലോറീസ് വീണ്ടും നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. രാവിലെ നമ്മൾ എണീക്കുന്ന മുതൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ദിവസേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നമുക്ക് നോക്കാം. രാവിലെ എണീറ്റ പാടെ നമുക്ക് ഒരു ഫ്രൂട്ടിന്റെ ഷേക്കോ അല്ലെങ്കിൽ നമുക്ക് പല ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടുള്ള ഷേക്സോ, വിവിധ തരം ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടുള്ള ഷേക്കുകളോ നമുക്ക് എണീറ്റ പാടെ നമുക്ക് കുടിക്കാം. ഓരോ ദിവസവും നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്യാം. ഇപ്പൊ ഒരു ദിവസം ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ഷേക്കാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ ഫ്രൂട്ട്സിന്റെ ഷേക്സ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ആ ഫ്രൂട്ട്സ് തന്നെ പല ഫ്രൂട്ട്സും നമുക്ക് മാറി മാറി യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഷേക്സ് നമുക്ക് ദിവസേന നമുക്ക് കുടിക്കാവുന്നതാണ്. പാൽ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൊഴുപ്പ് കൂടിയ പാലാണ് നമ്മൾ ഈ ഒരു വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ ഹണിയോ അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പോ അല്ലെങ്കിൽ മധുരത്തിന് വേണ്ടിയുള്ള ഡേറ്റ്സ് നമുക്ക് സോക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഉണക്കമുന്തിരി സോക്ക് ചെയ്തോ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് കുറച്ചുകൂടി അധികം ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നതാണ്. ഷേക്സ് അല്ലാതെ വേണമെങ്കിൽ നമുക്കൊരു ഏത്തപ്പഴം പുഴുങ്ങിയതോ അല്ലെങ്കിൽ 2 മുട്ടയോ നമുക്ക് കഴിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാം. അതിനോടൊപ്പം എന്തെങ്കിലും ഒരു പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. വേണമെങ്കിൽ മുട്ട കഴിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പല ധാന്യങ്ങൾ മുളപ്പിച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാം. കടല, പരിപ്പ്, ചെറുപയർ അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ ഈ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്യുക. 3 നേരം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ, ഉച്ചക്കത്തെ ലഞ്ച് ആണെങ്കിലും നൈറ്റ് ടൈം ആണെങ്കിൽ നമ്മൾ ആ 3 നേരം നമ്മുടെ ഭക്ഷണത്തോടൊപ്പം നമ്മൾ പ്രോട്ടീൻ ആഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഒരു 11 മണി സമയമാകുമ്പോൾ നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഷേക്ക് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് നല്ല പഴുത്ത പഴങ്ങൾ നമ്മൾ കഴിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം. അതിനുശേഷം നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ചോറ് തന്നെ കഴിക്കാം. നമ്മൾ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് കലോറീസ് കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. അപ്പൊ നമ്മൾ ചോറിന്റെ അളവ് കൂടുതലായിട്ട് എടുക്കുക. നോർമൽ കഴിക്കുന്നതിന് കുറച്ച് അധികമായിട്ട് നമ്മൾ കഴിക്കുക. പിന്നെ വീട്ടിലുണ്ടാക്കുന്ന സാധാരണ കറികൾ നമുക്ക് കഴിക്കാവുന്നതാണ്. വെജിറ്റബിൾസ് ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. എല്ലാ ദിവസവും പ്രോട്ടീനും അതിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഇറച്ചിയോ മീനോ മുട്ടയോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ അതൊന്നും നോൺവെജ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മുടെ ധാന്യങ്ങൾ, ചെറുപയർ, പരിപ്പ്, കടല അത് ആഡ് ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെയും നമ്മൾ കഴിക്കേണ്ടതാണ്. ഭക്ഷണത്തിനോടൊപ്പം നമ്മൾ നല്ല കൊഴുപ്പ് കൂടിയ തൈര് ദിവസേന നമുക്ക് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തോടൊപ്പം നമ്മൾ വെള്ളം കുടിക്കാൻ പാടില്ല. ഭക്ഷണം കഴിച്ചതിന് അരമണിക്കൂറിന് ശേഷമോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ നമ്മൾ വെള്ളം കുടിക്കണം. സോ ഇതിനോടൊപ്പം നമ്മൾ ഒരിക്കലും വെള്ളം കുടിക്കാൻ പാടില്ല. ഇതിനുശേഷം നമ്മളൊരു ഈവനിങ് സമയമാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് നമുക്ക് കഴിക്കാം. നമുക്ക് വേണമെങ്കിൽ അവിലും പഴവും, നല്ല പഴുത്ത പഴവും നമുക്ക് കഴിക്കാം. ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ്, നല്ല പഴുത്ത എല്ലാ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം. ഇല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഷേക്സോ സ്മൂത്തി ഒക്കെ കിട്ടുന്നവരാണെങ്കിൽ അങ്ങനെ കഴിച്ചാലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമുക്ക് അടയോ അല്ലെങ്കിൽ കൊഴുക്കട്ടയോ അങ്ങനത്തെ പല സ്നാക്സും നമുക്ക് ഈവനിങ് സമയത്ത് കഴിക്കാം. അധികം വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഐറ്റംസ് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പിന്നെ നൈറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോറ് കഴിക്കാം, ചപ്പാത്തി കഴിക്കാം. ചപ്പാത്തി ആണെങ്കിൽ അതിന്റെ അളവ് ഒരു 4-5 എണ്ണം ആക്കി മാറ്റുക. ചോറാണെങ്കിൽ ചോറ് കഴിക്കാവുന്നതാണ്.
ഇതിനോടൊപ്പം നമ്മൾ ഉച്ചക്കത്തെ കറി തന്നെ കഴിക്കാം. പ്രോട്ടീൻ നമ്മൾ ഇതിനോടൊപ്പം ആഡ് ചെയ്യേണ്ടതാണ്. രാത്രിക്കത്തെ ഫുഡ് ഒരു 7:30 ആകുമ്പോഴേക്കും നമ്മൾ മാക്സിമം കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ഒരു ഗ്ലാസ് നമ്മൾ മധുരമിട്ട ഒരു ഗ്ലാസ് പാല് നമ്മൾ കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിന്റെ പൊടിയോ അല്ലെങ്കിൽ കുറച്ച് ഡേറ്റ്സോ അല്ലെങ്കിൽ ഉണക്ക മുന്തിരിയോ ഒക്കെ വേണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇല്ല പാല് കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം. ഇല്ലെങ്കിൽ പഴമൊക്കെ പുഴുങ്ങിയ പഴമൊക്കെ വേണമെങ്കിൽ കഴിച്ചിട്ട് അങ്ങനെ നമുക്ക് കിടക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ ഡെയിലി നമ്മൾ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റം എന്ന് പറഞ്ഞു. ഇതിനോടൊപ്പം നമ്മൾ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ടെൻഷനോ ഡിപ്രഷനൊക്കെ ഉള്ള കണ്ടീഷനിൽ ചിലപ്പോൾ നമുക്ക് ഈ വെയിറ്റ് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. ചിലർക്ക് ഡിപ്രഷൻ ഉള്ളവർക്ക് വെയിറ്റ് കൂടാനും ചാൻസസ് ഉണ്ട്. സോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനൊരു പരിഹാരമായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റും എടുക്കേണ്ടതാണ്. പ്രോപ്പറായിട്ട് ഉറങ്ങുവാൻ ശ്രദ്ധിക്കുക. സ്ട്രെസ്സും ടെൻഷനും കുറയ്ക്കുക. ഇതൊക്കെ നമ്മുടെ വെയിറ്റിനെയും അല്ലെങ്കിൽ നമ്മുടെ ഓവറോൾ ഹെൽത്തിനെയും ഒക്കെ ബാധിക്കുന്നതാണ്. സോ അതൊക്കെ മാക്സിമം കുറയ്ക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. ഇനി മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യാൻ ആരും മറക്കരുത്. ഇതിനോടൊപ്പം അതും കൂടി ചെയ്താൽ മാത്രമേ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. നല്ല കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളും ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ചീസ് ആഡ് ചെയ്യാം, ഒലീവ് ഓയിൽ ആഡ് ചെയ്യാം. പിന്നെ അവോക്കാഡോ ഫ്രൂട്ട് ഒക്കെ വളരെയധികം നല്ലതാണ്. ഇത് കൂടാതെ തന്നെ മറ്റു പപ്പായ, മാംഗോ ഒക്കെ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ് നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഹെൽത്തി ആയിട്ടുള്ള വേയിൽ മാത്രമേ നമ്മൾ എപ്പോഴും നമ്മുടെ വെയിറ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ നമുക്ക് പല അസുഖങ്ങളും വരുവാനുള്ള ചാൻസസ് ഉണ്ട്. സോ വെയിറ്റ് കൂട്ടാനുള്ള ഈ ഒരു ചെറിയൊരു ഹെൽത്ത് ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് വീണ്ടും കാണാം.